ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. മഹീന്ദ്ര ഇന്ത്യയിൽ ലാസ്റ്റ് ആയിട്ട് നടത്തിയ ഒരു മേജർ ലോഞ്ച് നമ്മുടെ സ്കോർപിയോ എന്നിൻ്റെ തന്നെ ആയിരിക്കും. അത് കഴിഞ്ഞവർ പിന്നെ XUV3XO XUV400 അങ്ങനെ കുറച്ച് വണ്ടികളൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചില വണ്ടികൾക്ക് കുറച്ച് ഫീച്ചേഴ്സിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ കൊടുത്തു. പക്ഷേ എന്തായാലും ഒരു മേജർ ലോഞ്ച് എന്ന് പറയാൻ പറ്റുന്ന വാഹനം ഇത് തന്നെയാണ്. ഇറങ്ങിയ സമയത്ത് ഈ വാഹനത്തിൻ്റെ അകത്ത് XUV700 അത്രയും ഫീച്ചേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ എന്നാൽ കോമ്പറ്റീറ്റീവ് പ്രൈസിംഗ് കൊണ്ടും അതുപോലെ ഇത്രയും റഗഡ് ആയിട്ടുള്ള ഒരു നേച്ചർ കൊണ്ടും പക്ഷേ എന്നാൽ ആവശ്യത്തിനുള്ള ഫീച്ചേഴ്സൊക്കെ അവർ ഉൾക്കൊള്ളിച്ചത് കൊണ്ടും ഈ വാഹനം വളരെ പെട്ടെന്ന് നല്ല രീതിയിൽ തന്നെ പോപ്പുലറായി. ഈവൻ നമ്മൾ സെയിൽസിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ പോലും സ്കോർപിയോ എന്നിൻ്റെയും അതുപോലെ N വന്നതിന് ശേഷം അവർ പണ്ടത്തെ സ്കോർപിയോ ക്ലാസിക് എന്ന് പറഞ്ഞ പേരിൽ ഇറക്കിയല്ലോ. ഈ രണ്ട് വാഹനങ്ങളുടെയും കൂടെ കമ്പൈൻഡ് സെയിൽസ് ഇപ്പോൾ ഒരു മാസം വരുന്ന 12,000 to 15,000 or 16,000 വരെയൊക്കെ ചില മാസങ്ങളിൽ പോയിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കണം, ഇത്രയും വില വരുന്നൊരു വാഹനമാണ്. ഇപ്പോഴും ടോപ്പ് എൻഡിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഏകദേശം 29-30 lakhs വരെയൊക്കെ ടച്ച് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പോലും ഇത്രയും സെയിൽസ് ഈ രണ്ട് വാഹനങ്ങൾക്കും കൂടെ കമ്പൈൻ ചെയ്ത് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും മറ്റൊരു വാഹനങ്ങൾക്കും അച്ചീവ് ചെയ്യാൻ പറ്റാത്ത റേഞ്ചിൽ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ സ്കോർപിയോ സീരീസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും നല്ല സെയിൽസ് കിട്ടിയിട്ട് പോലും മഹീന്ദ്ര ഇപ്പോൾ ഈ വാഹനത്തിനകത്ത് കുറച്ച് പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇത് കസ്റ്റമർ ഡിമാൻഡിൻ്റെ ബേസിസിലാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു പരിധി വരെ പറയാം. പക്ഷേ ശരിക്കും അതിൻ്റെ ബേസിസിലായിരുന്നെങ്കിൽ അവർ ആദ്യം ആഡ് ചെയ്യേണ്ടത് XUV700 പക്ഷേ എന്തായാലും ഒരു ചേഞ്ചിന് ഒരു പ്രാവശ്യം ആദ്യം സ്കോർപിയോ എന്നിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. കാരണം XUV ആണല്ലോ കുറച്ചും കൂടെ ഒരു മോഡേണൈസ്ഡ് വാഹനം, അത് മോണോകോക്ക് പ്ലാറ്റ്ഫോം ആണ്. പിന്നെ ഇതിനേക്കാൾ കുറച്ചുകൂടെ ഫീച്ചേഴ്സൊക്കെ കൂടുതൽ വരുന്നുണ്ട്. എനിവേ നമുക്ക് സ്കോർപിയോ എന്നിൽ കിട്ടുന്ന ലേറ്റസ്റ്റ് ഫീച്ചേഴ്സിൽ ആദ്യത്തെ കുറേ കാലമായിട്ട് നമ്മൾ മഹീന്ദ്ര വാഹനങ്ങളിൽ മിസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫീച്ചറാണ് വെന്റിലേറ്റഡ് സീറ്റ്സ്. ഇനി മുതൽ സ്കോർപിയോ എന്നിൻ്റെ Z8L എന്ന് പറഞ്ഞ മോഡൽ, അതായത് Z8 ലക്ഷറി എന്ന് പറഞ്ഞ വേരിയൻറ്റിൽ നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സിൻ്റെ ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കും. കുറേ കാലമായിട്ട് അത് നമ്മുടെ XUV700 ഇറങ്ങിയ സമയം മുതൽ തന്നെ എല്ലാവരും കംപ്ലയിൻറ്റ് ചെയ്യുന്നതാണ്. പല കമ്പനികളും ആ സമയത്ത് വെന്റിലേറ്റഡ് സീറ്റ്സ് കൊടുത്തു തുടങ്ങിയായിരുന്നു. ഈവൻ നമ്മുടെ ടാറ്റ പോലും കുറച്ച് കാലത്തിന് ശേഷം അത് കൊടുത്തു തുടങ്ങിയായിരുന്നു. പക്ഷേ മഹീന്ദ്ര മാത്രമാണ് ആ ഒരു സെഗ്മെൻറ്റിൽ വെന്റിലേറ്റഡ് സീറ്റ്സ് ഓഫർ ചെയ്യാതിരുന്നത്. പക്ഷേ ഇപ്പോൾ ഫൈനലി ഇവരും ഇത് കൊടുത്തു തുടങ്ങി. ഇത് നമ്മുടെ പറഞ്ഞു വരുന്ന സമയത്ത് നല്ലൊരു ഫീച്ചറാണ്. ഈ സൺറൂഫൊക്കെ കൊടുക്കുന്നതിന് നമുക്ക് ശരിക്കും നമ്മുടെ ഈ ഒരു ക്ലൈമറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്. ഇനിയിപ്പം ഈ ഒരു സെയിം സംഭവം XUV700 നമുക്ക് അധികം വൈകാതെ തന്നെ പ്രതീക്ഷിക്കും. കാരണം എന്തായാലും ഒരു വണ്ടിയിൽ ഒരു കമ്പനി കൊടുക്കുകയാണെങ്കിൽ അത് അവരുടെ മറ്റു വണ്ടികളിലേക്കും ക്യാരി ഓവർ ചെയ്ത് വന്നോളും. ഇനി അടുത്ത സംഭവം വയർലെസ് ചാർജിങ് ആണ്. ഇതിപ്പോൾ ഈ വണ്ടിയിൽ മിസ് ചെയ്തോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. കാരണം പൊതുവേ നമ്മൾ ഈ കാറുകളിൽ വരുന്ന വയർലെസ് ചാർജിങ് ഒക്കെ കൈൻഡ് ഓഫ് ഒരു ഗിമ്മിക്ക് പോലെയാണ്. കാരണം നമ്മൾ കോഡിട്ട്, അതായത് വയർലെസ് അല്ലാണ്ട് വയർഡായിട്ട് ചാർജ് ആണെങ്കിൽ കുറച്ചും കൂടെ സ്പീഡിൽ ഫോണിൻ്റെ ചാർജും കയറും. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് അത് ഡിസ്കണക്റ്റ് ആയി പോവുകയില്ല. പിന്നെ ഫോൺ അധികം ഹീറ്റ് ആവുന്ന പ്രശ്നവും വരില്ല. പക്ഷേ എന്തായാലും ഇവർ ഇതിൻ്റെ അകത്ത് ഇപ്പം വയർലെസ് ചാർജർ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഫീച്ചർ എന്ന് പറയുമ്പോൾ നമുക്കത് ഉപയോഗിക്കാം. പിന്നെ ഒരു കാര്യമുള്ളത്, എല്ലാവരുടെയും ഫോണിൽ അങ്ങനെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യണമെന്നില്ല. അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള ഫോൺസിലാണ് പൊതുവെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഈ വണ്ടിയിലുണ്ട്. പിന്നെ ഇതിനകത്ത് അവർ കൂളിംഗ് പാഡ് വെച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഫോൺ അങ്ങനെ പെട്ടെന്ന് ചൂടാവും എന്നുള്ളൊരു പേടി നമുക്ക് വേണ്ട. ഈ ഫീച്ചർ പിന്നെ ഒരു ടോപ്പ് വേരിയൻറ്റിൽ മാത്രമായിട്ട് റെസ്ട്രിക്ട് ചെയ്തിട്ടില്ല. Z8 സീരീസിൽ ആണ് ഈ രണ്ട് ഫീച്ചേഴ്സ് കൊടുത്തിരിക്കുന്നത്. അതായത് Z8S ആയാലും Z8 എന്ന് പറഞ്ഞ നോർമൽ വേരിയൻ്റ് ആയാലും നമുക്ക് ഈ ഒരു ഫീച്ചർ കിട്ടുന്നുണ്ട്. ഇനി അടുത്തത് ഓട്ടോ ഡിമ്മിങ് IRVMs ആണ്. ഫ്രെയിംലെസ് മിറേഴ്സ് ആണ് ഇതിൻ്റെ പുതിയ മോഡലിൽ അവർ കൊടുത്തിരിക്കുന്നത്. ഈ ഓട്ടോ ഡിമ്മിങ് IRVMs ഒക്കെ ഒരു പണ്ടേ കൊടുക്കേണ്ട സംഭവമായിരുന്നു. അത് ഈവൻ പണ്ട് XUV300 ഇറക്കിയ സമയത്ത് വരെ അവർ അതിൻ്റെ അകത്ത് കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞ് ഥാർ ഇറക്കിയപ്പിനെ കൊടുത്തില്ല. അത് പോട്ടെ എന്ന് വയ്ക്കാം. കാരണം അത് വളരെ ഓഫ് റോഡ് പർപ്പസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു വണ്ടിയായിരുന്നു. ഈവൻ ദോ ലൈഫ് സ്റ്റൈൽ പർപ്പസ് പോലെയാണ് ഇറക്കിയതെങ്കിലും അത് കഴിഞ്ഞ് XUV700 ഇറക്കിയപ്പോൾ അവർ കൊടുത്തില്ല. സ്കോർപിയോ ഇറക്കിയപ്പോഴും കൊടുത്തില്ല. എന്നിട്ട് പിന്നെ നമ്മുടെ XUV3XO വന്നപ്പോൾ അതിൻ്റെ അകത്ത് അവർ കൊടുത്തു. ഈ വണ്ടിയിൽ അങ്ങനെ ഫൈനലി മഹീന്ദ്ര ഓട്ടോ ഡിമ്മിങ് IRVMs ഇപ്പോഴാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതും വീണ്ടും നമുക്ക് കുറച്ച് കാലത്തിനുള്ളിൽ തന്നെ XUV700 പ്രതീക്ഷിക്കാം. അതിൻ്റെ അകത്ത് ഇപ്പോഴും വന്നിട്ടില്ലായിരുന്നു. ഈ ഒരു ഫീച്ചർ നമുക്ക് ആകെപ്പാട് Z8L വേരിയൻറ്റിൽ മാത്രമേ കിട്ടുള്ളൂ. Z8Sലോ Z8 വേരിയൻറ്റിലോ കിട്ടില്ല. Z8Sലും Z8ലും നമുക്ക് വയർലെസ് ചാർജിങ്ങിന് പുറമെ ഹൈ ഗ്ലോസ് സെൻറ്റർ കൺസോളിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ അവർ കൊടുത്തിട്ടുണ്ട്. അതായത് മാറ്റ് ഫിനിഷിനുമാരും നമുക്ക് ഒരു ഗ്ലോസി ബ്ലാക്ക് പാറ്റേൺ കിട്ടും. ബാക്കി വേരിയൻസിൻ്റെ അകത്ത്, അതായത് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം പുതിയതായിട്ട് വന്നിരിക്കുന്ന Z8Lൽ മാത്രമാണ്. ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളല്ല. ഈ വണ്ടിയുടെ പുതിയ ഫീച്ചേഴ്സ് വെച്ചിട്ടുള്ള അപ്ഡേറ്റഡ് വേരിയൻസിൻ്റെ പ്രൈസിങ് ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ അതധികം വൈകാതെ തന്നെ വരും. പിന്നെ ഒബ്വിയസ്ലി കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. അതിപ്പോൾ ഫീച്ചേഴ്സ് കൂടുതൽ കിട്ടുമ്പോൾ പ്രൈസ് കൂടുന്നുള്ളത് സ്വാഭാവികമാണല്ലോ. ഇനിയിപ്പോൾ ഇത് XUV700 കൂടെ വരികയാണെങ്കിൽ സംഭവങ്ങളെല്ലാം ഓക്കെ ആവും. എനിവേ ഗൈസ്, ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ സ്കോർപിയോ എന്നിൻ്റെ പുതിയ അപ്ഡേറ്റഡ് മോഡലിൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.